മുസ്ലിം സമുദായത്തിന് മാത്രമല്ല ഹിന്ദു സമുദായങ്ങൾക്കും സമാനമായ ബോർഡുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് വഖഫ് ബോർഡിൽ മാത്രം? വഖഫ് ബോർഡിൽ സെമിനാറിൽ മുഷാവറകൾ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല. സർക്കാരിനെതിരെയാണ് അവർ പറയുന്നത്. അത് ഞങ്ങൾക്ക് അതിനകത്ത് വ്യക്തമായ അഭിപ്രായമുണ്ട്. വഖഫ് നിയമം ഭേദഗതി ചെയ്തപ്പോൾ തന്നെ കേന്ദ്രത്തിൽ തന്നെ കോൺഗ്രസ് നിലപാട് പറഞ്ഞാണ്, UDF നിലപാട് പറഞ്ഞാണ് വഖഫ് ബോർഡ് പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു കാരണവശാലും ഇതര സമുദായത്തിലുള്ള ആളുകളെ വെക്കുന്ന നടപടി അങ്ങേയറ്റം തെറ്റായ നടപടിയാണ്. വഖഫ് ബോർഡ് പോലെയുള്ള സ്ഥലത്ത് പൂർണ്ണമായും അതിൽ ആ വിശ്വാസമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ് അതിനകത്ത് വേണ്ടത്. ഇതര മതവിശ്വാസികളെ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. മുസ്ലിം സമുദായത്തിന് മാത്രമല്ല ഹിന്ദു സമുദായങ്ങൾക്കും സമാനമായ ബോർഡുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് വഖഫ് ബോർഡിൽ മാത്രം? വഖഫ് ബോർഡിൽ മാത്രം ഇതര മതത്തിലുള്ളവരെ രണ്ടുപേരെ വെക്കാമെന്ന് പറയുന്നതിൽ എന്ത് ന്യായീകരണമാണുള്ളത്? ഇവിടെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ദേവസ്വം ബോർഡുകളില്ലേ? അവിടെ എവിടെയെങ്കിലും മറ്റു വിഭാഗത്തിലുള്ളവരെ വെക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുമോ? അപ്പോൾ അതുകൊണ്ട് തീർത്തും തെറ്റായിട്ടുള്ള ഒരു നടപടിയാണ് വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. BJPയിൽ നിന്ന് അതേ പ്രതീക്ഷിക്കാവൂ. കാരണം അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങളാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനെ ശക്തമായി എതിർക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. സമസ്തയിലെ ഉമർ ഫൈസൽ മുക്കത്തിന്റെ ഒക്കെ ഈ പ്രതികരണം കുറച്ച് രൂക്ഷമാണ്. അതായത് RSSനോട് പോലും യോജിക്കാൻ മടിയില്ലാത്തവരാണ് UDF, സർക്കാർ ആ നിലക്ക് കൊണ്ടുപോകുന്നു, അവരെ ഒഴിവാക്കാനാണ് ശ്രമം എന്നൊക്കെയാണ് സമസ്ത നേതാവിന്റെ ഒക്കെ വിമർശനം. അല്ല, വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യം UDFന്റെ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബോർഡുകളിലും മറ്റ് കമ്മീഷനൊക്കെ പുനഃസംഘടിപ്പിക്കുക സ്വാഭാവികമാണ്. അത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. LDF വന്നപ്പോൾ UDFന്റെ ആളുകളിരുന്ന എല്ലാ ബോർഡുകളും കമ്മീഷനും പുനഃസംഘടിപ്പിച്ചില്ലേ? അപ്പോൾ അത്തരം പുനഃസംഘടനയൊന്നും വേറെ ഒന്നും മറ്റെന്തെങ്കിലുമായി കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനും UDFനും കാഴ്ചപ്പാടുണ്ട്. BJPയുടെ ഈ നിലപാടിനോട് ഞങ്ങൾ എതിരാണ്. ഒരു കാരണവശാലും ഒരു മതത്തിന്റെയും, ഏത് മതമായാലും അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ബോർഡുകളിലും ഇത്തരം സ്ഥാപനങ്ങളിലൊന്നും ഇതര മതസ്ഥരെ വെക്കേണ്ട ഒരു സാഹചര്യം. അത് വെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മാത്രമല്ല എല്ലാ മതവിഭാഗത്തിനും വെക്കട്ടെ. ഇത്തരം രീതിയിലുള്ള ഒരു വിപുലമായ ഒരു സെക്യുലറിസത്തെ കുറിച്ചാണ് BJP സംസാരിക്കുന്നതെങ്കിൽ അവിടെ ഹിന്ദു മതത്തിലുള്ള ബോർഡുകളിലും ഇത്തരം ആളുകളെ വെക്കട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് വ്യക്തമായ നിലപാടുണ്ട്. ഞങ്ങളത് ദേശീയ തലത്തിലും പാർലമെന്റിലൊക്കെ തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ അത് പറഞ്ഞതാണ്. അവിടെ തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. കേരളത്തിലെ സാഹചര്യത്തിൽ വഖഫ് ബോർഡുമായി പുനഃസംഘടന എന്ന് പറഞ്ഞാൽ പുതിയ ഗവൺമെന്റ് വരുമ്പോൾ പുതിയ ബോർഡുകൾ വരും. ബാക്കി വരുന്ന ബോർഡുകളൊക്കെ ഞങ്ങൾ വെക്കുന്നുണ്ട്. അപ്പോൾ അതിനെ വേറൊരു തലത്തിൽ കാണേണ്ട കാര്യമില്ല. CPM ഇപ്പം ഇങ്ങനെ ഒരു സെമിനാറൊക്കെ അതും പ്രത്യേകം ഈ വിഷയം തന്നെ എടുത്ത് വഖഫ് നിയമം UDF ജനങ്ങളുടെ വിഷയമൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അതിന് CPMന്റെ പ്രത്യേകം മറ്റെന്തെങ്കിലും ലക്ഷ്യം? അല്ല, CPM കഴിഞ്ഞ 10 വർഷം എടുത്തൊരു നിലപാടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ പരാജയപ്പെടേണ്ട സാഹചര്യം ഉണ്ടായത്. ന്യൂനപക്ഷ വിരുദ്ധ സമീപനം എടുത്തു എന്ന് മാത്രമല്ല BJPക്ക് അനുകൂലമായ നിലപാടുകൾ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിനകത്ത് അവർക്ക് തെറ്റുപറ്റിയെന്ന് ബോധ്യമായി. ആ തെറ്റ് തിരുത്താനുള്ള ചില ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. ന്യൂനപക്ഷങ്ങൾക്കെതിരായ അവരെടുത്ത നിലപാടുകൾ വളരെ നമ്മളൊക്കെ കണ്ടതാണ്. ആ നിലപാടുകളിൽ നിന്ന്, ആ തെറ്റിൽ നിന്ന് പുറകോട്ട് പോകാനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ആത്മാർത്ഥമായ സമീപനം അല്ല അത് പഴയ മുമ്പുള്ളതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് മുമ്പ് നടത്തിയിട്ടുള്ളത്. ആത്മാർത്ഥമായ ശ്രമം CPM ഒരിക്കലും ന്യൂനപക്ഷങ്ങളോടില്ല. അത് CPMന്റെ ചരിത്രം നോക്കിയാൽ അറിയാം. ഇപ്പോഴും ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്ന് ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. CPMന്റെ പക്ഷം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ BJPയോട് ചേർന്ന് നിൽക്കുന്ന പക്ഷം തന്നെയാണ്. ഇതിനെ കോൺഗ്രസ് ലീഗ് എങ്ങനെ പ്രതിരോധിക്കും? പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ വിമർശനം നടത്തുന്ന ഘട്ടത്തിൽ. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് ഒരു ഘട്ടത്തിലും ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങൾ എക്കാലത്തും ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായൊരു നിലപാടാണ്. അത് കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഇന്ത്യയിലെ ഏക പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ. അപ്പോൾ ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. അതിലൊന്നും ന്യൂനപക്ഷങ്ങൾ തെറ്റിദ്ധരിച്ചു പോവില്ല. കോൺഗ്രസിന്റെ നിലപാടിനെക്കുറിച്ച്, രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെക്കുറിച്ചൊക്കെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. CPM നേതാക്കൾ മലപ്പുറത്ത് വന്ന് ന്യൂനപക്ഷ താൽപര്യം സംരക്ഷിക്കാൻ കൺവെൻഷൻ നടത്തിയാലൊന്നും തെറ്റിദ്ധരിക്കുന്നവരല്ല കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അതിൽ അവർക്കിപ്പോൾ കുറേ തെറ്റ് പറ്റില്ലോ, അതുപോലെ തെറ്റായിട്ട് ഇതും കാണേണ്ടി വരും.